വലത് കാൽ ഉയർത്തി ഇടതുകാലിലൂന്നി വലത് കാലെടുത്ത് പുറത്തമർത്തി വലത് കാൽ പെരുവിരലിലൂന്നി കശേരുക്കളെ തഴുകിയാവോ. ഇന്ന് ഏത് ഞരമ്പും പിണച്ചോണ്ടാണാവോ നിന്റെ അച്ഛൻ വരുന്നത്. സായിപ്പിനെയും മദാമിയും പിഴിയാൻ കിട്ടുന്നില്ലെന്ന് വെച്ച് തിരുമാരുടെ കൂലി മുതലാക്കാൻ അച്ഛൻ തന്നെ എണ്ണ പതിയിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എവിടെ നായരി വൈദ്യരെവിടെ? അച്ഛൻ അവിടെ ഉണ്ട്. സ്വന്തം തടി തന്നെ നിങ്ങൾക്ക് തിരുമ്മി പഠിക്കാൻ തന്ന എനിക്കിത് വരണം. കാലമാടാ. വിശാല അപ്പോഴേ പറഞ്ഞതാ, അവളുടെ കരിനാക്ക് പലിച്ചു. അച്ഛാ മോളെ ഇപ്പുറത്തേക്ക് വാ, ഇവന്മാരെ എന്റെ കഴുത്തോടിച്ചിട്ടിരിക്കുക. വന്നിരിക്കണു. ഓ, ആ എംബോക്കിനെ ഇപ്പൊ തന്നെ കെട്ടിയെടുത്താ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ, അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിക്കേണ്ടത് കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല. ഇയാൾ കുറെ നേരമായല്ലോ കണക്കുണ വക്കീൽ നോട്ടീസ് അയച്ചാൽ ഞങ്ങൾ പേടിക്കൊന്ന് വിചാരിച്ചാ. അപ്പൊ തനിക്കത് കിട്ടിയില്ലേ? താൻ അനുസരിച്ചില്ലേ കോടതിയെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കടോ. നേരെ നോക്കി സംസാരിക്കടോ, ഞാനൊന്നും ചെയ്യാൻ പോണില്ല. ആ പേടി എനിക്കില്ലടാ പോലീസുകാരാ. ഇവന്മാരെന്നെ ഒന്ന് ചവിട്ടി തിരുമ്മിയതാ, എന്റെ ഞരമ്പ് ഒന്ന് പിഴച്ചു. നല്ല തിരുമുകാരാ. ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. ശരിയായില്ലോ, ശരിയായിന്നേ. എന്ത് സുഖ. ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ. അപ്പൊ പറയേ, എന്തായി തന്റെ തീരുമാനം? എപ്പോഴും സ്റ്റേഷൻ കിട്ടണം കേശവൻ സാറേ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരി നായരെ. അത്ര തിടുക്കുള്ള കെട്ടോണി പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത്? വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. പോലീസുകാരന്റെ നിഘണ്ടുവിലെ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ ഇപ്പോ പ്രയോഗിച്ചത്. എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ. അയ്യോ, വൈറ്റ് ഹൗസ് കത്തുമ്പോൾ ബുഷിന്റെ ഒരു വീട് കത്തിക്കില്ലേ? വൈറ്റ് ഹൗസ് കത്തിയോ? എപ്പോ? ഇന്ന് വെളുപ്പിന് 6:30. അയ്യോ, കത്തിയോ? വർഷങ്ങളായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ വാടകയോ തരുന്നില്ല. എന്നെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരാന്നുള്ള ഒരു ഉറപ്പോ അതുമില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സർക്കാർ കോടികളാ മുടക്കാൻ പോണത്. പിന്നെ ഈ പൊന്നാരിമംഗലത്തേക്ക് സായിപ്പ്മാരും മദാവന്മാരും ഒഴുകല്ലേ. ആ കെട്ടിടം കിട്ടിയിട്ട് എന്റെ തിരുമകേന്ദ്രം ഒന്ന് വികസിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അതെ, ഞങ്ങളവിടെ തിരുമലന്റെ ഡെയിലി കള്ളന്മാരെ. നിങ്ങളൊന്ന് നിർത്തിക്കാൻ. ഇതിലും വലിയ പ്രശ്നത്തിൽ ഈ ഗ്രാമം. പട്ടാളം വരണ വിവരം നായർ അറിഞ്ഞു കാണല്ലോ. വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ. പട്ടാളോ? സാറൊന്നും അറിഞ്ഞില്ലേ? പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ? വില പോകുന്ന ഉറപ്പാ. അതിനു മുമ്പ് താൻ എന്നെ ഏതെങ്കിലും ഒരു ഓണം കേറാൻ മൂലെ കൊണ്ട് തട്ടടോ. ഇവിടെ ഉള്ളത് ആകെ ഒരു അടക്കാമോഷണോ തേങ്ങാമോഷണോ. പട്ടാളം കൂടി വന്ന അതും നിന്നു പോവും. താൻ പറ, തന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഞാൻ പിടിച്ചിട്ടുരുട്ടാം. അങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റം. ഇതിനിടയിൽ സാറിന് ഇവിടുന്ന് തട്ടാനോ? എന്റെ പടച്ചോനെ, അയ്യോ ഒന്ന് നിൽക്കണേ. പട്ടാളത്തിനെതിരെ നാളെ മുതൽ പൊന്നാരിമംഗലത്ത് പ്രതിഷേധം ആളി കത്താൻ പോവാ. ആളി കത്തിക്കാനുള്ള ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു. എടോ മൊയ്തു പിലാക്കണ്ടി, താൻ പല സമരത്തിന്റെ പിരിവിനോട് വന്നിട്ടില്ലേ? ഞാൻ തന്നിട്ടില്ലേ? എന്നാൽ ഈ കാര്യത്തിൽ താൻ എന്റെ കൂടെ നിൽക്കണം. പട്ടാളത്തെ നമ്മൾ സ്വീകരിക്കണം. ഒന്നില്ലെങ്കിലും നമ്മുടെ രാജ്യം കാക്കണവരല്ലേ അവര്. നായരെ ചതിക്കരുത്. പിരിവ് തന്നില്ലെങ്കിൽ സമരം പൊളിക്കരുത്. നാളെ അങ്ങാടിയിൽ ജനകീയ പ്രതിഷേധത്തിന് തുടക്കമിടുകയാണ്. തലപ്പാറച്ചേരിയിൽ എന്തോ കുഴപ്പം ഉണ്ടായിച്ചിട്ട് പൊന്നാരിമംഗലത്ത് പട്ടാളം ഇറങ്ങണം എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവിടത്തെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ പട്ടാളത്തെ ഇറക്കണത്. നാട്ടിൽ എവിടെ കുഴപ്പമുണ്ടായാലും ഇറക്കാനാ. നമ്മുടെ കാലക്കേടിന് സർക്കാരിന്റെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഈ പൊന്നാരിമംഗലത്ത് ആയിപ്പോയി. മാത്രല്ല ബംഗ്ലാവ് കുന്നിൽ വാച്ച് ടവർ കെട്ടി നോക്കിയാ അവർക്ക് ആ ചേരി കാണും ചെയ്യാ. അതിന് പഞ്ചായത്ത് സമ്മതിച്ചോ? സർക്കാർ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് പഞ്ചായത്ത് എന്തിനാ അറിയണേ? ഞാൻ തന്നെ വിവരം അറിയണത് ഞങ്ങളുടെ ലീഡറെ വീട്ടിൽ നിന്നാ. നമ്മുടെ പോലീസുകാരും നാട്ടുകാരും തല്ലല്ലേ ഈ പ്രതിപക്ഷത്തിന് കുഴപ്പമുള്ളൂ. പട്ടാളം വന്ന് തല്ലേ കൊല്ലേ ചെയ്താല് ഇവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ് പൈശാചികവും മൃഗീയവുമായി മുഖ്യം വിളമ്പിയത്. ചതിച്ചൂലോ എന്റെ ഭഗവതി. പട്ടാളം ഇറങ്ങിയാ പിന്നെ അവിടെ പെൺകുട്ടികൾക്ക് വഴി അടക്കാൻ പറ്റുമോ? വായിച്ചിട്ടില്ലേ പേപ്പറില് പട്ടാളം അവിടെ ബലാത്സംഗം ചെയ്തു ഇവിടെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ? ഇങ്ങനെ ഒരു അപകടത്തെ പറ്റി നിങ്ങൾ വെളിച്ചപ്പെട്ടപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. വെളിച്ചപ്പാട് വേണ്ട സഖാവേ, ഭഗവതി കളിയാക്കണ്ട. ഈ ഗുളികൻ പണിക്കൊരു പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവൂന്ന്. എന്നിട്ട് ഭഗവതിക്ക് വല്ല പരിഹാരം ചെയ്തോ? ഇല്ല. വരണതൊക്കെ അനുഭവിക്കന്നെ. ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയുള്ള കച്ചവടം കിച്ചോടൊന്നും വേണ്ട വിവാത്തു. ഇവിടെ പട്ടാളം ഇറങ്ങാൻ പോണ്ടെന്ന്. എന്തിന്റെ പുകില ഇപ്പൊ പട്ടാളം ഇറങ്ങാനും വേണ്ടി? പൊയ്ക്കോ. നിങ്ങൾ അങ്ങനെ പേടിക്കാൻ മാത്രം ആളെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല പട്ടാളം. ഞാൻ പണ്ട് ഡെറാഡൂളായിരുന്നപ്പോ പൊന്നാര് നാരായണ നിങ്ങൾ പോയി കടന്നോളിട്ടോ. ഇവിടുന്ന് ആള് കയ്യിൽ നിന്ന് പോയി ഡെറാഡൂണിൽ എത്തിക്കുന്നു. ഇന്ത്യൻ നീ വൈകിട്ട് വീട്ടിലേക്ക് വാടി. നിനക്ക് സ്വീകരണം അവിടെ തരാം. അയ്യോ, ഈ തർക്കം തീർക്കാൻ പട്ടാളം തന്നെ ഇറങ്ങണം. പട്ടാളത്തിനെതിരെ പോരിനിറങ്ങിയിരിക്കുന്ന പൊന്നാരിമംഗലം നിവാസികളെ, സബ് ലോഗോं को नमस्कार.
പട്ടാളം കോ ക്യാ മുസ്കിൽ ഹേ നാടും വീടും ഉപേക്ഷിച്ച് രാജ്യം കാക്കാൻ വെയിലത്തും മഴയത്തും തണുപ്പത്തും ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങളെ നിങ്ങൾ സഹായിക്കല്ലേ വേണ്ടത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഗൾഫ് യുദ്ധത്തിൽ പോലും അമേരിക്കൻ പട്ടാളക്കാർക്ക് ഭാര്യമാരെ വരെ വിമാനത്തിൽ ഇറക്കി കൊടുത്തില്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡെറാഡൂൺ എന്ന് പറയരുതെന്ന്. പോരാത്തതിന് പട്ടാളത്തോട് വക്കാലത്ത്. പിന്നെ ഡെറാഡൂൺ എന്നല്ലാതെ കോയമ്പത്തൂർ എന്ന് പറയാൻ പറ്റൂ? ഇയാൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. പട്ടാളം പൊന്നാരി മംഗലം വിട്ടു പോവുക. ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ചായ ബഹളം കൂട്ടലടാ അപ്പാച്ചി, ചായ എടുത്തു തരാ. ഇന്നലെ രാത്രി അതിൽ കൂടെ പോകുമ്പോ പാട്ടും കൂത്തും ഒക്കെ കേട്ടെന്നാണ് നമ്മളെ ചെത്തുകാരൻ ബാസ് പറഞ്ഞത്. ഇതുവരെ പുറത്തേക്ക് പോയപ്പൊന്നും ഉണ്ടായില്ല. അതിനുള്ള സമയമായിട്ടുള്ള ഹംസേ, സ്ഥലത്തെ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് പട്ടാളം പുറത്തിറങ്ങി കളിക്കൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാ. ബഹുവചനം വേണ്ട, ഞങ്ങളെ കാലത്ത്. അതെ, പട്ടാളപ്പ് അടങ്ങിയിരിക്കുന്ന ആരും കണക്കാക്കണ്ട. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. എപ്പോഴാ അവരുടെ തോക്ക് പൊട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പ്രശ്നം വെച്ചാലോ? എന്നിട്ട് വേണം ഇവിടെ വേറെ പ്രശ്നം ഉണ്ടാവാൻ അല്ലേ? പ്രശ്നമാവണം. ഈ നാട്ടുകാർ അനുഭവിക്കും വേണം. അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാണോ സർക്കാരിന്റെ ഈ നടപടി? ഇതാണോ ജനാധിപത്യം? ഇത് ജനാധിപത്യം അല്ല വിലാക്കണ്ടി, ഇതിന്റെ ചായ ക്ലാസ്സാ. കണ്ടിയേട്ടാ, ഈ പട്ടാളക്കാരുടെ മുടി വെട്ടാൻ ഓർഡർ കിട്ടുമോ? ഒരു 10 തല കിട്ടിയിരുന്നെങ്കിലേ. കണ്ടിയേട്ടൻ നിന്റെ അപ്പന്റെ ആ നിന്റെ തല അവനെടുക്കാണ്ട് നോക്കിക്കോ. പഹായ അവനെ കളിയാക്കണ്ട പിലാക്കണ്ടി. വിക്കും വെച്ച് ഒറ്റ പ്രാക്ക് മതി, 4 പ്രാക്കിന്റെ തൂക്ക. പൂസ്കാരനോ? വിളിക്കാൻ നിങ്ങൾക്ക് ഈസി, കേൾക്കാൻ എനിക്ക് സുഖം. അതെടുക്കടില്ല. ഇവിടെ ചുറ്റിക്കറങ്ങിയായിരുന്ന ആ പട്ടാളത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക്. അവര് തോക്കെടുത്തൊന്ന് പിഷ്കോ ഒന്ന് കാച്ചാണ്ടല്ല, പിന്നെ പുഷ്കോ എന്ന് വിളിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. നിന്ന് വിളിക്കലടാ കുട്ടി പിശാശേ. നീ തിരുമാൻ സായിപ്പിനെ കൊണ്ടുവരാന്നും പറഞ്ഞ് കമ്മീഷൻ മേടിച്ച് മുങ്ങിയിട്ട് നാളെ എത്രയിടാ? ഞാൻ തിരുമുകാർക്ക് കൂലി കൊടുത്ത് മുടിഞ്ഞു. ഞാൻ സെർച്ച് കഴിഞ്ഞിട്ടാണോ? നിന്റെ ഒരു സെർച്ച്. കന്യാകുമാരിയിലെ ഏതോ ട്രാവൽസിലെ ഗൈഡ് ആണെന്നും പറഞ്ഞ് ഇവൻ ഈ പണി ഏൽപ്പിച്ചപ്പോഴേ വിശാലം പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. നിന്നിളിക്കാതെ ആ കലാമണ്ഡലത്തിന്റെ ഗേറ്റിലോ ഭാരതപ്പുഴയുടെ തീരത്തോ കറങ്ങി നടക്കണ ഏതെങ്കിലും സായിപ്പോ മദാമ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വാടാ. പട്ടാളം ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അവരൊന്ന് ക്യാൻവാസ് ചെയ്തല്ലോ വൈദ്യരേട്ടാ. ഞാനൊരു ഒറ്റ അത് ശരിയാ. നേരെ ക്യാമ്പിലോട്ട് ചെല്ലേ. അവർക്ക് ഉന്നം പിടിക്കാൻ ഒരു മനുഷ്യകോലത്തിന് കിട്ടാൻ കാത്തിരിക്കുക. അതിന് ഓർക്ക് മനുഷ്യക്കോലം തന്നെ വേണ്ട ഗോപാൽജി. ഇതാരാ? ഇതാണ് പട്ടാമ്പി സാറ്. പട്ടാമ്പിയ? പട്ടാമ്പി അല്ല, പട്ടാമ്പി. പാലക്കാടൻ പട്ടര. പട്ടാളം പട്ടാളം. ഹലോ, തന്നെ ഇറങ്ങി വാടോ. എന്താണോ വിളിച്ചാ വരാനും മടി? എന്തിനാ സാറേ? ഓ, അപ്പൊ താൻ കാര്യം എന്തെന്ന് അറിഞ്ഞാലേ കയറുള്ളൂ. അതല്ല. എടോ, അങ്ങോട്ടല്ല മുമ്പോട്ട്. ഒന്ന് വേഗം ആവട്ടോ. പറച്ചോനെ നമ്മളെ സുഖൂനെ പട്ടാളം പൊക്കിയല്ലോ. പോലീസായാലും പട്ടാളായാലും അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റോ? ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടേ. പട്ടാളല്ലേ പൊക്കിയത്? കുറച്ചു പേര് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കുക. ഇനിയിപ്പോ ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? നമുക്ക് കുറച്ചാക്കും ക്യാമ്പിലേക്ക് പോകും. എനിക്കൊരു പ്രശ്നം വെപ്പുണ്ട്, അത് മുടക്കാൻ പറ്റില്ല. ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടാണാവോ? പട്ടാളത്തിന് അങ്ങനെയൊന്നുമില്ല. സംശയം തോന്നി ഞങ്ങൾ ആരെയും പൊക്കും. ഞങ്ങളാ? അതെ. എന്നാ നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. വൈദ്യരെ, നിങ്ങൾ ഗോപാലത്തിന് ഇങ്ങോട്ട് വന്ന് വീട്ടിൽ പോയി വിവരം പറയും. ഞങ്ങൾ ക്യാമ്പിലേക്കോട്ടെ. വിവാത്തു നീ അതൊക്കെ അല്ലേ പൂടെ കുട്ടി കളിച്ചല്ലേ? പേര് പോയി നോക്കാം. കള്ളൻ തൽക്കാലം ഇങ്ങനെ നിന്നാ മതി. ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ. താനിവിടുന്നു. ധൈര്യത്തിന്റെ മുണ്ട് നിറഞ്ഞ ആരും കാണണ്ട കേട്ടോ. നാളെ എല്ലാ എഡിഷനിലും കളറിൽ തന്നെ കേറണം. ശരി സാർ. നാളത്തെ പത്രത്തിൽ തന്നെ കേറുവോ? കേറും. നിന്റെ ചരമ വാർത്ത ഡോ, ഈ തൊണ്ടി സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ കൊടുത്തേക്ക്. അയ്യോ, അത് സാറിന്റെ വീടല്ലേ? പിന്നെ May I come in? Yes, come in. അയ്യോ, SI. I am SI കേശവൻ, ഗബ്ബാർ കേശവൻ. എന്താ സംശയം ഉണ്ടോ? അയ്യോ ഇല്ല, ഐ എം സോറി. മനസ്സിലായില്ല. സത്യമായിട്ട് മനസ്സിലായില്ല.
ഗബ്ബാർ എന്ന് പറയുന്നത് വീട്ടുപേരോ അതോ? ആ വീട്ടുപേര് സ്ഥലപ്പേരൊന്നുമല്ല, എന്റെ ഈ സ്റ്റൈല് കണ്ട് നാട്ടുകാരെനിക്ക് ഇട്ട പേരാ, പിന്നെ ഞാനത് സ്ഥിരമാക്കി. സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. കൊള്ളാം, നന്നായിരുന്നു. ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേട്ടകളാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ, അതിരിക്കട്ടെ, നമ്മളാരാ, എന്താ കാര്യം? ഞാൻ RAF ക്യാമ്പെന്ന്. ആ ബംഗ്ലാവ് കുന്നിൽ കുറെ മൽഗുണന്മാര് വന്നിറങ്ങിട്ടെന്ന് കേട്ട്. പക്ഷെ ഇപ്പോഴും എന്തിന് പോലീസ് തന്നെ വേണം? പോടാ, നിന്റെ മുറി പോടാ. വരട്ടെ. അപ്പോഴേ ഗബ്ബർ സാറേ, ഞാൻ പട്ടാഭിരാമൻ, മേജർ പട്ടാഭിരാമൻ, ക്യാമ്പിൽ നിന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നു. ആരെയും കാണാഞ്ഞോണ്ട് തെരഞ്ഞിറങ്ങിയതാ. അയ്യോ, സത്യമായിട്ട് സഹായം വേണമെന്ന് അറിഞ്ഞില്ല സാർ. ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ. അയ്യോ, ഈ സ്റ്റേഷനിൽ ഇപ്പൊ കറവില്ല സാർ, സത്യമായിട്ടില്ല. ഞങ്ങളിവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ. വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. പാൽ എവിടെ കിട്ടുന്ന പറയാ. ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ, കറവനാരായണൻ. പകല് കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടോ. ഞാൻ വേണമെങ്കിൽ ആളെ വിട്ട് വിളിപ്പിക്കാം സാർ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? ഇപ്പൊ ഞാൻ പോട്ടെ ഗബ്ബർ സാറേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം. കാണണം. ആ കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? താൻ പോയി ആ പിലാക്കണ്ടി എവിടെയാണ് തപ്പടോ. ഇതിലും ഭേദം വല്ല മുത്തങ്ങയിലേക്ക് ഇറാഖിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കുന്നതാ.